നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു 3 വർഷം മുമ്പ് ഇങ്ങനൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, പെട്രോൾ ഡീസൽ വില വർധനവിനെതിരായിട്ട്. ധനകാര്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറയുന്ന. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതനുസരിച്ച് ഉയരുകയാണ്. ഇന്ന് പെട്രോൾ ഡീസൽ വില അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ പെട്രോളിന്റെ ഡീസലിന്റെ എല്ലാം ബേസ് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സ്റ്റേറ്റിന്റെ സെയിൽസ് ടാക്സും കൂടിക്കൊണ്ടിരിക്കും. ബേസ് പ്രൈസ് കൂടുന്നതിന് ആനുപാതികമായിട്ടാണ് ഇവിടെ സ്റ്റേറ്റിന്റെ ടാക്സും കൂടി വരുന്നത്. എന്നാൽ ഇതിനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാം എന്നുള്ള ചിന്തയൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റിനില്ല. കൂടുന്നതിനനുസരിച്ച് കൂടിക്കോട്ടെ, ഞങ്ങൾക്ക് വരുമാനം കൂടി കിട്ടട്ടെ എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ സ്റ്റാൻഡ്. നേരെ മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവർ ഈ സമയത്ത് ടാക്സ് കുറച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ 10 പൈസേൻ്റെ ഗുണം സാധാരണ ജനങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ ഗുണം OMCസിനാണ്. OMCs ആയിട്ടുള്ള HPCL, BPCL, ഇന്ത്യൻ ഓയിൽ ഇങ്ങനെയുള്ള കമ്പനികൾക്കാണ് അതിൻ്റെ ഗുണം. എന്തിന്? അവരെ പ്രോഫിറ്റിനെ ബാധിക്കാതിരിക്കാൻ, അവർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അവരെ ടാക്സ് കുറച്ചത്. നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ പെട്രോളിന് 114 മുതൽ 115 രൂപേൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ ബേസ് പ്രൈസ് എത്രയാണ് വരുന്നത്? 70 രൂപയാണ്. 27 രൂപയാണ് കേരളത്തിൻ്റെ ടാക്സ്, സെസ് ഇതെല്ലാം കൂടി. ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ എല്ലാം വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില കൂടും. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, എല്ലാത്തിൻ്റെ വില അതിനനുസരിച്ച് കൂടും. ഇനി ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ അവർക്ക് നഷ്ടമൊന്നുമില്ല, അവർക്ക് ലാഭമുള്ളൂ. പക്ഷെ നമ്മുടെ പോക്കറ്റ് കാലിയാവും.